ഗൈസ്, സുൽത്താൻ്റെ വ്ളോഗിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് എങ്ങനെ പൊരിക്കണമെന്ന് കാണിക്കണം കേട്ടോ. അതിന് 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. പൊട്ടിച്ച് ബ്രെഡ് കൂടുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര ആഡ് ചെയ്യുക. ലേശം തന്നെ ഉള്ളിൽ അങ്ങോട്ട് ആഡ് ചെയ്യുക കേട്ടോ. ബീറ്റ് ചെയ്യണമെന്ന് ഇവിടെ ഇല്ല കേട്ടോ. മുട്ട ബീറ്റ് ചെയ്യണേ കേക്കും പരിപാടി നമുക്കില്ല. അപ്പോൾ അത് നമുക്ക് നല്ലോണം അങ്ങനെ ഇങ്ങനെ അതേപോലെ തന്നെ മതി കേട്ടോ. നല്ലോണം പരിച്ചും കൊണ്ടോ അന്നെക്കൊണ്ട് കഴിയുന്നുണ്ടേ പോയിക്കോ. ചോറ് ഈ ഫോണിലേക്ക് ഞാൻ ചോറ് വെച്ചിട്ടില്ല. എനിക്ക് പോണ്ട, എൻ്റെ ഇഷ്ടം പോലെ. നേരത്തെ പറയണ്ടേ, ഈ നേരത്തെ മീറ്റിങ്ങില്ലേ നമുക്ക് പനിക്കല്ലേ, അത് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ചുറ്റില്ല ആഡ് ചെയ്യാൻ. നമുക്ക് ഇഷ്ടമില്ലല്ലോ. പോയിക്കോ. അപ്പോൾ നല്ലോണം അങ്ങനെ കണ്ടോ ബീറ്റ് ചെയ്ത പോലെ ആയിട്ടോ. കൊണ്ട ബ്രെഡ് ഉണ്ടാ, ഞാൻ ആയിട്ട് വിളിക്കാൻ തീറ്റ. അങ്ങോട്ട് പോയിക്കോ, ഇത് ചുമയില്ലേ. ബ്രെഡ് റബ്ബറാട്ടോ. മോനാണ്, അവന് പനിക്കുണ്ട്, ചുമ ഉണ്ട്. അപ്പോൾ സ്കൂൾ പോട്ടേക്ക് ബ്രെഡ് എനിക്ക് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ചട്ടി ഉണ്ടോ, ചട്ടി ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കേട്ടോ. മൂന്ന് മുട്ട കേട്ടോ ഇല്ലത്. ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അപ്പുറത്ത് മദ്രസാണ്, അതിൻ്റെ സൗണ്ടാട്ടോ. പഠിപ്പിക്കണ കുട്ടികളെ. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്കിത് ചട്ട കെടുത്തില്ല കേട്ടോ, മറിച്ചിടാം കേട്ടോ. ഇങ്ങനെ കേട്ടോ. എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ.
ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് അങ്ങനെ മുക്കാം കേട്ടോ. മുക്കുക. ഇതിനെ മറിച്ചിടുക. മറിച്ചിടുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ കാട്ടിയാൽ. എല്ലാവരും ചെയ്ത് നോക്കൂണ്ട്. ഇതാണ് ബ്രെഡ് പൊരി. എന്താണ് ബ്രെഡ് പൊരി? ബ്രെഡ് രണ്ട് രീതിയിൽ പൊരിക്കട്ടോ. ഒന്ന് നമ്മൾ മൈദയിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ മുകളിൽ ഇതേപോലെ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് ഇവിടെ ഒന്ന് വേവിച്ചിട്ട് ബ്രെഡും ഈ മുട്ടയും കൂടി മൈദയിലിട്ട് പൊരിക്കാം. അത് ടേസ്റ്റാട്ടോ. ഇത് ഇങ്ങനെ അത് രണ്ടെണ്ണമായി. ഏകദേശം ഒരു 6 എണ്ണം കിട്ടും 3 മുട്ടീന് വെക്കുക. മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിയും. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം. നല്ലോണം അമർത്തരുത്, പൊടിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. മറിച്ചിടുക. ആയിട്ടോ. ഓവറായത് കരിയും. ഇങ്ങനെ എൻ്റെ വേവ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തെടുക്കുക, ഇങ്ങനെ ഇടുക. മറിച്ചിടുക. ഒന്നും പാടെ മറിച്ചിടുക. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇട്ട പാട് പിന്നെ അമർത്തി കൊടുക്കരുത്. 2 ഭാഗം ഒന്നാണ് വേവിച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. ചൂടെല്ലാടും ഒന്ന് നല്ലോണം തട്ടാനാണത്. ഈ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക. സൂപ്പറായി. അടുത്തെടുക്കുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. മറിച്ചിടുക. ഇട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ മറിച്ചിട്ടു കേട്ടോ. ഇട്ടപാടെ മറിച്ച് ചിലപ്പോൾ മുട്ടയൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ട് ഇതാവും. ഒന്ന് പിടിച്ചിട്ട് മുട്ട ഒന്ന് അതുമ്പോൾ പിടിച്ചിട്ട് ജസ്റ്റ് മറിച്ചിടുക. നല്ലോണം ഇങ്ങനെ അങ്ങനെ ചട്ടം കൂടെ നല്ലോണം ഇങ്ങനെ അമർത്തുക.
ഈ ഭാഗം അങ്ങനെ ചെയ്യാം. ഇതൊന്നുകൂടി ആവാണ്ട് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പുറം മറിച്ചുക. ഓക്കെ, സെറ്റ്. ഇതുണ്ടല്ലോ ഒരു ലേസം ബാക്കി. ഇതിനിപ്പോൾ ഇത് നമുക്ക് ഒന്നിനണ്ടില്ലേനും അപ്പം നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പാർന്ന് കൊടുക്കാം. ഇത് കിട്ടുന്നവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, കൂടുതലുണ്ടാവും. ആയിക്കോട്ടെ കേട്ടോ, കുടിച്ചോട്ടെ. കരിയാച്ച് കൊടുക്കുക. ഇത് അതുകൊണ്ട് പിടിച്ച അവിടെ കൊണ്ട് മുട്ട ഓവറായിട്ട് കൊണ്ടൊന്ന് കരിഞ്ഞു കേട്ടോ. പക്ഷെ ഇത് അതിലേറൊക്കെ ടേസ്റ്റ് ഇതായിരിക്കും കേട്ടോ. കൂടി ഉണ്ട്, രസം കൂടിക്കുണ്ട്. നല്ലോണം കൊടുക്കാട്ടോ, പക്ഷെ ടേസ്റ്റ് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇത് ബ്രെഡ് പൊരി എങ്ങനെയുണ്ട് നോക്കൂ. 1 2 3 4 5 6 ബ്രെഡ് പൊരി ഇവിടെ കിട്ടിട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബായ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്, സീ യു.